ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 21ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയറിംഗ് ഓഫ് നമ്പേഴ്സ് ആണ്. അത് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ്. അപ്പൊ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ളത് പോലെ തന്നെ 100, 1000, 10,000 ഇങ്ങനെയുള്ള നമ്പേഴ്സിന് തൊട്ടടുത്ത നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ പാർട്ടിലും ഓരോ ഡിഫറെന്റ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള, അതായത് 100ന് താഴെയുള്ളതും 100ന് മുകളിലുള്ളത്, 1000ന് താഴെ 1000ന് മുകളിൽ, ഇതൊക്കെ ഉള്ളത് വെച്ചിട്ട് ഓരോ പാർട്ടായിട്ട് തന്നെ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഈസി ആയിട്ട് നമുക്ക് സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നേരിട്ട് നമുക്ക് ട്രിക്കിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ വരുന്ന നമ്പേഴ്സ് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിലോ ഞാൻ എഴുതിയിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് 96ന്റെ സ്ക്വയറും 98ന്റെ സ്ക്വയറുമാണ് അല്ലെ. 96 സ്ക്വയർ 98 സ്ക്വയർ. നമുക്കറിയാം ഈ രണ്ട് നമ്പേഴ്സും 100ന് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് ആണ്. ഞാൻ ആ നമ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത പാർട്ടില് നമുക്ക് 1000ന് അടുത്തുള്ള നമ്പേഴ്സ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് 1000ന് മുകളിലുള്ളത്, 100ന് മുകളിൽ, അങ്ങനെ ഓരോ പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 96 into 96 അല്ലെങ്കിൽ 96 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 96 എന്ന് പറയുന്നത് 100ന് അടുത്തുള്ള നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസ് നമ്പർ എന്താണ്? 100 ആണ്. ബേസ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഈ 100, 96 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ 100 - 4 ആണ് 96. നമ്മൾ ആദ്യം ചെയ്യേണ്ടതല്ല, 100ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 96 കിട്ടും. 100 - 4 = 96. അപ്പൊ ആ -4 അവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ 100 ആണ് നമ്മളുടെ നമ്പർ. 100ൽ നമുക്കറിയാം 2 0 ഉണ്ട്. ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിൽ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ 2 zeros ഉള്ളത് കൊണ്ട് നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി 2 ബ്ലാങ്ക് പ്ലേസ് വരെ അല്ലെ. 2 0 ആയതുകൊണ്ട് 2 ബ്ലാങ്ക് പ്ലേസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഡിജിറ്റ് 4 ആണ് അല്ലെ. -4 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 4 സ്ക്വയർ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. 1 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 4 × 4 16 ആണ്. അത് ഇവിടെ എഴുതുക. ഈ 2 ബ്ലാങ്ക് പ്ലേസിൽ 16 ഫില്ല് ചെയ്യുക. ഇപ്പൊ 4 × 4 16 ആണ്. സോ 16 ഇവിടെ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ 96ൽ നിന്നും ഇവിടെ -4, 100 - 4 ആണ് നമ്മൾ ചെയ്തത്. ഈ 96ൽ നിന്നും ഈ 4 സബ്ട്രാക്ട് ചെയ്യാം. 96 - 4 എന്ന് പറയുന്നത് 92 ആണ്. Therefore answer is 9216. അപ്പൊ ഇതാണ് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ 100ന് അടുത്തുള്ള നമ്പർ ആണ് 96. 100 - 4 ആണ് 96 എന്ന് പറയുന്നത്. അപ്പൊ -4 നമ്മൾ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഈ 4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. ആ 16 നമ്മളിവിടെ 2 ബ്ലാങ്ക് പ്ലേസ് ഇട്ടിട്ടുണ്ട്, അവിടെ എഴുതുന്നു. അപ്പൊ 16 അവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. 96 - 4 ചെയ്യുന്നു 92. അപ്പൊ ആൻസർ ആയി. ഇതാണ് സ്ക്വയർ ഓഫ് 96 എന്ന് പറയുന്നത്. അപ്പൊ വലിയ നമ്പർ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലരും മിസ്റ്റേക്ക് വരുത്തുന്ന അല്ലെ 9ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ വരും, മിസ്റ്റേക്ക് വരുത്തും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ എഴുതിയിട്ടുണ്ട്. 98ന്റെ സ്ക്വയർ ആണ്. 98 സ്ക്വയർ. ഇപ്പൊ 98 സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 98 നമുക്കറിയാം 100ന് അടുത്തുള്ള നമ്പർ ആണ്. 100 ആണ് അപ്പോൾ ബേസ്. ആ ബേസിൽ 2 0 ഉള്ളത് കൊണ്ട് നമ്മൾ 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 98 ആണ്. 100 - 2 ആണ് 98 അല്ലെ. 100ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആണ് 98. അടുത്ത് ചെയ്യേണ്ടത് 2 ആണ് നമ്പർ. 2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 2 ബ്ലാങ്ക് പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് എഴുതണം? 04 എന്ന് എഴുതണം അല്ലെ. 4ന് പകരം നമ്മൾ എഴുതുന്നത് 2 ഡിജിറ്റ് എഴുതേണ്ടത് കൊണ്ട് 04 എന്ന് എഴുതും. അടുത്തത് എന്താണ്? സബ്ട്രാക്ട് ചെയ്യുക. 98ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 96 ആണ്. ആൻസർ 9604. അപ്പൊ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് 98 അല്ലെങ്കിൽ 96 അല്ലെങ്കിൽ 97 ഇങ്ങനെയുള്ള ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഇത്. ഒരു 2 എക്സാമ്പിൾ കൂടെ നോക്കാം. ഇത് 100ന് അടുത്തുള്ള നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇതിനെ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ് എന്നൊക്കെ പറയുന്നത്. ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഉള്ളൊരു 88 × 88 അല്ലെ. കുറച്ചുകൂടെ താഴെയുള്ള നമ്പറാണ്. 100ന് കുറച്ചുകൂടെ താഴെയുള്ള നമ്പർ. ഇപ്പൊ 100ന്റെ അടുത്തുള്ള നമ്പർ ആയതുകൊണ്ട് ബേസ് നമ്പർ 100 ആണ്. 2 0 ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. ഇനി 100ൽ നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 88 കിട്ടും. നോക്കണം. 88 കിട്ടുന്നത് 12 സബ്ട്രാക്ട് ചെയ്താലാണ്. ഇപ്പൊ എന്ത് എഴുതുന്നു? -12 എഴുതുന്നു.
ഇനി 12ന്റെ സ്ക്വയർ ആണ് അല്ലെ. 12ന്റെ സ്ക്വയർ പൊതുവെ എല്ലാവരും കുട്ടികളായിട്ടുള്ള എല്ലാവരും എന്ത് പഠിച്ചിട്ടുണ്ടോ അല്ലെ, ഒരു 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരായി ഉണ്ടെങ്കിൽ അവര് 12ന്റെ സ്ക്വയർ ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. പക്ഷെ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 144 ആണ്. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ, 2 ബ്ലാങ്ക് പ്ലേസ് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തതാണ്, 2 ബ്ലാങ്ക് പ്ലേസ് ഉള്ളൂവെങ്കിൽ 2 ഡിജിറ്റ് എഴുതുന്നു, ലാസ്റ്റ് ഉള്ള ഡിജിറ്റ് ബാലൻസ് ആക്കി വെക്കുന്നു. ഇപ്പൊ ഇവിടെ 44 ആണ്. ഇപ്പൊ ഇവിടെ 44 എഴുതി, 1 ബാലൻസ് ആണ്. അവർക്ക് വെക്കുക, ഒരു 1 ഇവിടെ ബാലൻസ് ഉണ്ട്. അടുത്ത ചെയ്യുന്നത് 88ൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 88 മൈനസ് 12 എന്ന് പറയുന്നത് 76 കിട്ടും അല്ലെ. 88 മൈനസ് 12 എന്ന് പറയുന്നത് 76 ആണ്. പക്ഷെ ഇവിടെ ഒരു 1 ബാക്കിയുണ്ട്, ആ 1 ആഡ് ചെയ്യണം അല്ലെ. ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 76 ആണ്. അതിന്റെ കൂടെ ഈ ബാലൻസ് ഉള്ള 1 ആഡ് ചെയ്യുമ്പോൾ 77 കിട്ടും. സോ ആൻസർ ഈസ് 7744, 7744. ഇതാണ് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. ഒരു നമ്പർ കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 89 കൂടെ ചെയ്ത് നോക്കാം. 89 into 89 അല്ലേ, 89 into 89 സിമ്പിൾ ആയിട്ടോ ചെയ്യാൻ പറ്റും. 100ന് അടുത്തുള്ള നമ്പർ ആണ്, 2 zeros ഉണ്ട്. സോ ആൻസറിൽ നമ്മൾ 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. അടുത്തത് ചെയ്യേണ്ടത് എന്താ, 100ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 89 കിട്ടുമെന്ന് നോക്കണം. 100ൽ നിന്ന് നമുക്കറിയാം 11 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, 100 മൈനസ് 11. ഇനി ചെയ്യേണ്ടത് എന്താണ്, നമുക്കറിയാവുന്നതാണ്, 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. 11ന്റെ സ്ക്വയർ 121 ആണ്. പക്ഷെ ഇവിടെ 2 ബ്ലാങ്ക് പ്ലേസ് ആയതുകൊണ്ട് 21 എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 21 എഴുതുന്നു, 1 എന്ത് ചെയ്യുന്നു, ബാലൻസ് വെക്കും. 1 ഇവിടെ ബാലൻസ് കിട്ടി. അടുത്ത ചെയ്യേണ്ടത് എന്താ, 89 ആണ് നമ്മുടെ നമ്പർ അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടു. 89 ആണ് നമ്പർ. 89ൽ നിന്ന് 11 സബ്ട്രാക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. 89 മൈനസ് 11. സോ 89 മൈനസ് 11 എന്ന് പറയുന്നത് 78 ആണ് കിട്ടുന്നത്. 89 മൈനസ് 11 എന്ന് പറയുന്നത് 78 ആണ്. അപ്പൊ 78 ആണ് ഇവിടെ എഴുതുന്നത്. പക്ഷെ ഇവിടെ 1 ബാലൻസ് ഉള്ളത് കൊണ്ട് 78ന്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്യുന്നു, 79 കിട്ടും. സോ ആൻസർ ഈസ് 7921. അപ്പൊ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ് യൂസ് ചെയ്തിട്ട് 100ന് താഴെയുള്ള നമ്പേഴ്സ് അല്ലെ, ഇപ്പൊ 91, 92, 93 അതുവരെ 99 വരെയുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ 99 കൂടെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് വരുന്ന നമ്പർ ആണ് 99 അല്ലെ. 100ന് തൊട്ടടുത്തുള്ള നമ്പർ ആണ് 99. 99 into 99. ഇപ്പൊ 100ന് തൊട്ടടുത്ത നമ്പർ ആണ്, നമുക്കറിയാം 100ൽ നിന്ന് 1 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 2 ബ്ലാങ്ക് പ്ലേസ് വേണം. ചെയ്യേണ്ടത് എന്താ, 1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 2 ബ്ലാങ്ക് പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0, 1 എഴുതും. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം, സബ്ട്രാക്ട് ചെയ്യണം. എവിടുന്ന്, 99ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. 99 മൈനസ് 1 98 ആണ്. സോ ആൻസർ ഈസ് 9801. സിമ്പിൾ ആണ് അല്ലെ. 99 സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നത് കൊണ്ട് പൊതുവെ മിസ്റ്റേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു സബ്ട്രാക്റ്റിനും ഒരു 1ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അപ്പൊ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ 100ന് താഴെയുള്ള നമ്പേഴ്സ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ ഈസിയാണ്, സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു മെത്തേഡ് വയ്ക്കുന്ന. ടിൽ ദെൻ ബൈ.